എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴുത്തിൽ വേദനയുണ്ടോ? നമ്മുടെ തലയ്ക്ക് ഒരു തരം പെരുപ്പോ അതല്ലെങ്കിൽ ഒരു ഭാരം കയറ്റി വെച്ച പോലെ തോന്നാറുണ്ടോ? നമ്മുടെ താടി എല്ലിന് ഒരു തരം ടൈറ്റ്നസ് പോലെ അല്ലെങ്കിൽ വേദന പോലെ തോന്നാറുണ്ടോ? കണ്ണുകൾക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ? ഇവയെല്ലാം സാധാരണഗതിയിൽ ആങ്സൈറ്റി ഉള്ളവർക്ക്, ആങ്സൈറ്റി അനുഭവിക്കുന്നവർക്ക്, പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് ചില ശരീരത്തിന്റെ ആങ്സൈറ്റി ലക്ഷണങ്ങളായി വരാം. നമ്മൾ പറയാറുള്ളത് ആങ്സൈറ്റി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കണ്ടിന്യൂസ് ആയി ആങ്ഷ്യസ് ആവുന്നത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ഡിസ്റ്റർബ്ഡ് ആക്കാൻ കാരണമാകുന്നു. പല അവയവങ്ങളും ഡിസ്റ്റർബ്ഡ് ആവാൻ കാരണമാകുന്നു. അങ്ങനെയുള്ള അവയവങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അവ കാണിക്കുന്ന ലക്ഷണങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ചെറുതായി ഒന്ന് നോക്കാം. ആങ്സൈറ്റി ഉള്ളവർക്ക് ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക് കഴിഞ്ഞവർ, ഇവർക്കെല്ലാം ഈ പറയുന്ന സ്റ്റോർഡ് ആങ്സൈറ്റി, നമ്മുടെ ശരീരത്തിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഈ ആങ്സൈറ്റിയുടെ ശാരീരിക ലക്ഷണങ്ങളെ കുറയ്ക്കുവാൻ ഈ ചെറിയ ടെക്നിക്കുകൾ നിങ്ങളെ സഹായിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. എന്റെ പുസ്തകം CBT തെറാപ്പി ഫോർ ആങ്സൈറ്റി, ഡിപ്രഷൻ, OCD, ഈ പുസ്തകത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം, വായിക്കാം. പല രീതിയിലും ഉപകാരപ്രദമാവും. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയും ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആങ്സൈറ്റിയുടെ ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവയെ എങ്ങനെ നമ്മൾക്ക് ഇല്ലാതാക്കാം? നമ്മുടെ ഫോർഹെഡിലാണ് നമ്മുടെ ആങ്സൈറ്റി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, നമ്മുടെ തലവേദന അല്ലെങ്കിൽ തലയ്ക്കൊരു പെരുപ്പ്, തലയ്ക്കൊരു വെയിറ്റ് അങ്ങനെയെല്ലാം തോന്നുന്നതെങ്കിൽ നമ്മൾ വെറുതെ നമ്മുടെ ഈ വിരലുകൾ കൊണ്ട്, ഈ 2 വിരലുകൾ കൊണ്ട് നെറ്റിയുടെ നടുവിൽ ചെറുതായി വളരെ സ്ലോ ആയി ഒരു മസാജ് ചെയ്യുകയും പുരികത്തിന്റെ മുകളിൽ ചെറുതായി മസാജ് ചെയ്യുകയും, നോക്കിക്കോളൂ, പുരികത്തിന്റെ നടുവിൽ ചെറുതായി മസാജ് ചെയ്യുകയും ചെയ്താൽ തലയുടെ പെരുപ്പും മറ്റു കാര്യങ്ങളും ഇല്ലാതാവും. വളരെ പതിയെ നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നതാണ്. നിങ്ങളുടെ വേദന അല്ലെങ്കിൽ അണീസിനെസ് കഴുത്തിലാണ് എന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ളതും നോ എന്നുള്ളതും ഉള്ള ആക്ഷനുകൾ ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ നമ്മുടെ തല വലത്തോട്ടും ഇടത്തോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നതും കറക്കുന്നതും നമ്മുടെ കഴുത്തിലെ മസിൽസിനെ റിലാക്സ് ആവാൻ സഹായിക്കുന്നു. ഒരുപാട് നേരം ചെയ്യേണ്ട കാര്യമില്ല, 3-4 പ്രാവശ്യം ചെയ്താൽ മതിയാകും. അടുത്തത്, നമ്മളുടെ ഷോൾഡേഴ്സിനാണ് ഈ അണീസിനെസ് ഫീൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിനായി നമ്മൾ ഷോൾഡേഴ്സിനെ മുകളിലോട്ട് ചെറുതായി പോക്കുക, താഴോട്ട് കൊണ്ടുവരിക, വീണ്ടും മുകളിലോട്ട് പോകുക. റിലാക്സ് ആയി സ്ലോ ആയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുകളിലേക്ക് പോക്കുക, താഴോട്ട് കൊണ്ടുവരിക. പറ്റുമെങ്കിൽ ഈ റൊട്ടേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വയറിലാണ് ഡിസ്കംഫേർട്ട് വരുന്നതെങ്കിൽ നമ്മുടെ വയർ മാക്സിമം അകത്തോട്ട് വലിച്ച് പിടിച്ച് ഒരു 4 സെക്കൻഡ് 1 2 3 4 എന്ന് കൗണ്ട് ചെയ്ത് സ്ലോലി റിലീസ് ചെയ്ത് ആ റിലാക്സേഷൻ ഫീൽ ചെയ്യുക. അങ്ങനെ 4-5 പ്രാവശ്യം ചെയ്താൽ മതി. നമ്മുടെ കൈകൾ, അതായത് കൈ മൊത്തം, ഈ ഷോൾഡർ മുതൽ കൈയിലേക്കാണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത് എന്നുണ്ടെങ്കിൽ 2 കൈയുടെയും ഫിസ്റ്റ് ടൈറ്റാക്കി പിടിച്ച് കൈ 2 കംപ്ലീറ്റ് വിരലുകൾ വിടർത്തി വെച്ച് അതിനെ ലൂസാക്കി ടൈറ്റാക്കി പിടിക്കുക. ദെൻ റിലീസ് ഇറ്റ്, റിലാക്സ്. വീണ്ടും ടൈറ്റാക്കി പിടിക്കുക, ഇതുപോലെ റിലീസ്, റിലാക്സ്. അങ്ങനെ 5-6 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ കൈയിന്റെ അണീസിനെസ് മാറിക്കിട്ടും. വായയുടെയാണ് ഈ ഭാഗത്ത്, ജോസ് എന്ന് പറയുന്നത് നമ്മുടെ താടിയെല്ലിനാണ് നിങ്ങൾക്ക് ഒരു ടൈറ്റ്നസ് തോന്നുന്നതെങ്കിൽ വായ തുറക്കുകയും അടയ്ക്കുകയും കുറെ പ്രാവശ്യം ചെയ്യുക. അതേപോലെ ഈ ജോസിനെ, താടിയെല്ലിനെ വലത്തോട്ടും ഇടത്തോട്ടും മൂവ് ചെയ്യുകയും ചെയ്യുക. റിലാക്സേഷൻ ലഭിക്കും. ചെസ്റ്റിലാണ് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നത് എങ്കിൽ ഈ ചെസ്റ്റ് മസിലിൽ നമ്മുടെ കൈകൾ വെച്ച് ഡീപ്പായി 10-15 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക. ഇൻഹലേഷൻ മൂക്കിലൂടെയും
എക്സലേഷൻ വായിലൂടെയും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കാലുകളിലെയും കൈകളിലെയും എല്ലാം മസിൽസിനാണ് നിങ്ങൾക്ക് ഈ അണീസിനസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മസിൽസിന് ഏത് മസിൽസിലാണോ അണീസിനസ് വരുന്നത് ആ മസിൽസിനെ ടൈറ്റൻ ചെയ്ത് റിലീസ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ ബൈസപ്പ് മസിലിനാണ് ടൈറ്റ് വരുന്നതെങ്കിൽ അവിടെ പ്രശ്നം വരുന്നതെങ്കിൽ ബൈസപ്പ് മസിൽസിനെ ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അതേപോലെ നമ്മുടെ തുടയുടെ മസിലാണ് എന്നുണ്ടെങ്കിൽ അതിനെയും അതേപോലെ ടൈറ്റ് ചെയ്ത് റിലീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി അവിടെയുള്ള അണീസിനസ് പതിയെ മാറിക്കിട്ടും. അടുത്തത് നമ്മുടെ ബട്ടക്സ് ആണ്. ബട്ടക്സിനെയും അവിടെ വരുന്ന അണീസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരീരത്തിൽ ഏത് ഭാഗത്തെയും അണീസിനസ് വരുമ്പോൾ ബട്ടക്സിനെ ടൈറ്റ് ചെയ്ത് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് സ്ലോലി റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്യുക വഴി ശരീരത്തിലെ മൊത്തം അവയവങ്ങളുടെ അണീസിനസ് പൊതുവെ മാറിക്കിട്ടാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ചെറിയ ചെറിയ എക്സസൈസിലൂടെയും അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ബട്ടക്സിന്റെ കാര്യവും കൂടി ചെയ്താൽ കുറച്ചുകൂടി ബെറ്ററായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. താൽക്കാലികമായി ചെയ്യേണ്ട വിഷയമാണ്, എന്നും ചെയ്യേണ്ട വിഷയമല്ല. ഏത് ഭാഗത്താണോ അണീസിനസ് ഉണ്ടാവുന്നത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.